ഹായ് ഗൈസ്, കാറ്റത്തെ കിളിക്കൂട് പ്രമോയിലേക്ക് സ്വാഗതം. അങ്ങനെ ബെഡ്റൂമിൽ നിധിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല. അവൾ ഒറ്റയ്ക്ക് ബെഡ്റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുന്നു. വീട്ടിലെ കാര്യങ്ങളൊന്നും അറിയുന്നില്ല. അവിടെ എന്തായി, അച്ഛൻ എന്തു ചെയ്യുന്നു എന്നുള്ള ചിന്തകളാണ് മനസ്സ് നിറയെ. പെട്ടെന്ന് റൂമിന്റെ ഡോർ തള്ളി തുറന്ന് സുധീഷ് വന്ന് ചോദിക്കുന്നുണ്ട്. എന്തു പറ്റി, ഉറങ്ങാൻ പറ്റുന്നില്ലേ? വല്ലാതെ പേടിച്ചിട്ടുണ്ടല്ലോ എന്നുള്ള ചോദ്യത്തിന് അങ്ങനെയൊന്നുമില്ല എന്ന് നിധി പറയുന്നു. സുധീഷ് തുടർന്നു. ഇത്രയും ആളുകൾ അപ്പുറത്ത് കിടക്കുമ്പോൾ എങ്ങനെ ഉറങ്ങുമെന്ന് കരുതിയാണോ? ഇത് സുധീഷിന്റെ കുടുംബമാ, അതുകൊണ്ട് അമ്മ അതിരി ഒരു പേടിയും വേണ്ട എന്ന് പറയുന്നു. പിന്നീട് ഹോസ്പിറ്റലിൽ രാജീവിനെ കിടക്കുന്നതാണ് കാണിക്കുന്നത്. അടുത്ത് തന്നെ സാന്ദ്രയും ഹേമയും ഉണ്ട്. ഹേമ കരഞ്ഞുകൊണ്ട് പറയുന്നു, സ്വന്തം അച്ഛനെ കൊലയ്ക്ക് കൊടുത്തിട്ട് വേണോ അവൾക്ക് അവന്റെ കൂടെ പോകാനെന്ന്. അന്നേരം റോഡിലൂടെ ഭാസ്കരൻ സൈക്കിളിൽ വന്നിറങ്ങി ചായക്കടയിലേക്ക് കയറുന്നു. ചായക്കടയിൽ 2-3 ആളുകളും അമ്മാവനും ഇരിപ്പുണ്ട്. ചായക്കടക്കാരൻ ഭാസ്കരനോട് ചോദിക്കുന്നു, പറഞ്ഞ പോലെ മകൻ പെണ്ണിനെയും കൊണ്ട് വന്നു അല്ലേ എന്ന്. അപ്പോൾ ഭാസ്കരൻ പിന്നെ ചുമ്മാ പറയുമോ രാജാ എന്ന് ചോദിച്ച് അമ്മാവന്റെ കയ്യിൽ കയറി പിടിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, താൻ കണ്ടില്ലേ എൻ്റെ മോൻ എങ്ങനെയുള്ള പെണ്ണിനെയാ കൊണ്ടുവന്നത് എന്ന്. അങ്ങനെ നേരം വെളുത്തു. സുധീഷിന്റെ വീട്ടിൽ സുഭാഷും അനുജന്മാരും ഒക്കെയുണ്ട്. അല്ല, ഏട്ടൻ ഭക്ഷണം വയ്ക്കുന്നുണ്ടെങ്കിലും ചായ വയ്ക്കാൻ അത്ര പോരാ. ആ കുട്ടി നല്ല ചായയും കാപ്പിയും ഒക്കെ കുടിക്കുന്ന കൂട്ടത്തിലാ എന്ന് സുധീഷ് പറയുന്നുണ്ട്. പിന്നീട് ഹരീഷിനോട് പറയുന്നു, ഞാൻ നല്ലൊരു പെണ്ണിനെ കെട്ടിക്കൊണ്ടു വന്നതിന്റെ അസൂയല്ലേടാ നിനക്ക് എന്ന്. ഹരീഷിന് ദേഷ്യം വരുന്നുണ്ട്. ഒരുമാതിരി വർത്തമാനം പറഞ്ഞാലുണ്ടല്ലോ എന്ന് പറയുന്നുണ്ട്. നിധിയാണെങ്കിൽ രാവിലെ എഴുന്നേറ്റ് കുളിക്കാൻ ഡ്രസ്സൊക്കെ എടുത്ത് ബാത്റൂമിൽ കയറാൻ പോകുമ്പോൾ സുഭാഷ് ഓടിച്ചെന്ന് ഡോറിന്റെ മുമ്പിൽ നിൽക്കുന്നു. ആർക്കും ഒന്നും മനസ്സിലായില്ല. സുധീഷിന് വേഗം കാര്യം പിടികിട്ടി. സുധീഷ് പുറത്തു നിന്ന്, എടാ നികേഷ് ഇറങ്ങി വാടാ എന്ന് പറഞ്ഞതും സോപ്പ് ദേഹം മുഴുവൻ ആസകലം തേച്ച് കുളിമുറിയിൽ നിന്നും ഇറങ്ങി വരുന്നുണ്ട് നികേഷ്. ഇത് കണ്ട് എല്ലാവരും അന്തം വിട്ട് നിൽക്കുന്നു. നിധിക്ക് ഇതൊന്നും ശീലമില്ലല്ലോ. സുധീഷിന്റെ വീട്ടിൽ പുതിയ ഒരു തരം സ്റ്റൈലാണ്. ഇങ്ങനെയുള്ള സംഭവ വികാസങ്ങളോട് കൂടിയാണ് പ്രമോ അവസാനിക്കുന്നത്. പ്രമോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ പ്രമോവുമായി വരുന്നതുവരെ കാത്തിരിക്കുക.